നമ്മൾ ഇന്നത്തെ പരിപാടി ഐസ് ഉണ്ടാക്കലാണ്, കോല ഐസ്. അപ്പം നല്ല ചൂടൊക്കെയാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യുക, കുറേ ഐസ് ഉണ്ടാക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് തിന്നാലോ. അപ്പോൾ അതിന് മുമ്പായിട്ട് എന്ത് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോക്ക് പോവാം. അപ്പോൾ നമ്മൾ അതിനെടുത്തിട്ടുള്ളത് തണ്ണിമത്തന്, മാങ്ങ, പിന്നെ ചിക്കു, പിന്നെ ഗ്രീൻ മുന്തിരി, ബ്ലാക്ക് മുന്തിരി, അങ്ങനെ 5 ഐറ്റംസാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നമുക്ക് ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യുക, ജ്യൂസ് അടിക്കുന്നത് നമ്മൾ പച്ചമുന്തിരി തന്നെ നമുക്ക് ആദ്യം ജ്യൂസ് അടിക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കണം. നമുക്ക് ഒരു 2 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കണം. നമുക്ക് എന്ത് ചെയ്യുക, ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. നമുക്കിതൊന്ന് ചെയ്യണം, അടിച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് അടിച്ചെടുക്കാം. നമുക്ക് നമ്മൾ മുന്തിരി അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യുക, അരിച്ചെടുക്കണം. അതേപോലെ ഒരു അരിപ്പ് വെച്ചിട്ട് നമുക്കൊരു പാത്രത്തേക്ക് അരിച്ചെടുക്കാം. നമ്മളെ പച്ച കളർ മുന്തിരി റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത മുന്തിരി നമുക്ക് ബ്ലാക്ക് എടുക്കാം. അതേപോലെ എന്ത് ചെയ്യുക, മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര നമുക്ക് ഇട്ടുക. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിടുക. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ബ്ലാക്ക് മുന്തിരി അടിച്ച് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അരിച്ചിട്ട് നമുക്കൊരു പാത്രത്തേക്ക് മാറ്റി വെക്കാം. അത് അരിച്ചിട്ട് നമുക്ക് കിട്ടിയതാണ്, അത് മാറ്റി വെക്കാം നമുക്ക്. ഇനി അടുത്ത നമ്മൾ എടുത്തുക്കുന്നത് തണ്ണിമത്തനാണ്. അപ്പോൾ അതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. തണ്ണിമത്തനൊക്കെ കട്ട് ചെയ്ത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യുക, ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. നമുക്ക് ഇതും ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ അത് അടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യുക, അരിച്ചിട്ട് ഒരു പാത്രത്തേക്ക് മാറ്റി വെക്കാം. അരിച്ചെടുത്ത തണ്ണിമത്തൻ നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് നമ്മൾ എടുത്തുള്ളത് മാങ്ങ അടുത്തതായിട്ട്. അതേപോലെ ഒന്ന് ചെറുതായി കട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ജാറിലിട്ടിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കണം. ആദ്യം മാങ്ങ കട്ട് ചെയ്തിട്ട് കൊടുക്കുക. മാങ്ങയൊക്കെ നല്ല പഴുത്ത മാങ്ങയാണ്. അപ്പോൾ നമുക്കിതിന് കൂടുതൽ മധുരത്തിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. തണ്ണിമത്തനും അതേപോലെ കൂടുതൽ നമ്മൾ മധുരം ഇട്ടിട്ടില്ല, കാരണം നല്ല പഴുത്തതായതുകൊണ്ട് നല്ല മധുരമുള്ള ഐറ്റംസ് ആയതുകൊണ്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ടില്ല. പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് മിൽക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ, മാംഗോയിൽക്ക് ഒന്ന് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ആവശ്യത്തിനുള്ളതാണ് ഒഴിച്ചു കൊടുക്കണത് മിൽക്ക്. ഇനി ഇതൊന്ന് അടിച്ചെടുക്കണം നമുക്ക്.
അപ്പോൾ മാങ്ങ അടിച്ചെടുത്ത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തേക്ക് മാറ്റി വെക്കാം. ഇത് പിന്നെ നമുക്ക് അരിച്ചെടുക്കാൻ ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ അത് മാറ്റി വെക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ചിക്കുവാണ്. അപ്പോൾ ഇതേപോലെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇതിൽ നമ്മൾ മിൽക്ക് തന്നെയാണ് ചേർക്കുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള മിൽക്ക് ഒഴിച്ച് കൊടുക്കുക. നമുക്കിതൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ചിക്കൻ അടിച്ചിട്ട് നമ്മളവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഗ്ലാസ് നിരത്താം. നമ്മളൊരു 50 ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 50 ഐസാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഗ്ലാസ്സുകളൊക്കെ നിരത്തി വെക്കണം. അപ്പോൾ ഗ്ലാസ് മൊത്തം നിരത്തി റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിലേക്ക് ഓരോരോ അടിച്ചു വെച്ച് നമ്മളെ ജ്യൂസുകൾ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒഴിക്കാൻ പോണത് മാംഗോ ആണ്. നമ്മൾ മാംഗോ ഒഴിച്ച് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഫുള്ളാക്കിയിട്ടില്ല, ഗ്ലാസ് ഒരു പകുതി വരെ ആക്കിയിട്ടുള്ളൂ. ഇനി അടുത്തത് തണ്ണിമത്തനാണ് നമ്മൾ ഒഴിക്കാൻ പോണത്. അപ്പോൾ തണ്ണിമത്തം ഒഴിച്ച് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് നമ്മൾ എടുത്തേക്കുന്നത് പച്ചമുന്തിരിയാണ്. അപ്പോൾ ഇതേപോലെ ഓരോ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഇനി നമ്മൾ അടുത്തത് ഒഴിച്ചു കൊടുക്കാൻ പോണത് ബ്ലാക്ക് മുന്തിരിയാണ്. അപ്പോൾ ഇതേപോലെ എല്ലാ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ അടുത്തത് ഒഴിച്ചു കൊടുക്കാൻ പോണത് നമ്മൾ ചിക്കുവാണ്. അപ്പോൾ ചിക്കു ഇതേപോലെ എല്ലാ ഗ്ലാസ്സിലും നമുക്ക് ആവശ്യത്തിനുള്ളത് ഒഴിച്ചു കൊടുക്കാം. ചിക്കു ഒഴിച്ചു കൊടുത്ത് നമ്മൾ ആ ലെയർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഈ തലക്കുന്ന ഇതേപോലെ ചിക്കു ഒഴിച്ചു കൊടുത്തിട്ട് എന്ത് ചെയ്യുക, സെറ്റ് ചെയ്യാം. ഇനി നമ്മൾ ബ്ലാക്ക് മുന്തിരിയാണ് അടുത്ത് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതേപോലെ ഓരോ ഗ്ലാസ്സിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്തത് തണ്ണിമത്തൻ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഐസ് ഉണ്ടാക്കാനുള്ള കാരണം പിള്ളേർ എപ്പോഴും കടയിൽ പോയിട്ട് ഐസ് ഇങ്ങനെ മേടിച്ചുകൊണ്ടിരിക്കണം, ചൂടൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് വീട്ടിൽ തന്നെ എന്ത് ചെയ്യാം, ഐസ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആവശ്യമുള്ള ഫ്ലേവറൊക്കെ അവരോട് ചോദിച്ചറിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതിനുള്ള ഐസ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. ഇതാകുമ്പോൾ പിള്ളേർക്ക് പിന്നെ എപ്പോഴും കടയിൽ പോയി മേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ആവശ്യം ഉണ്ടാകുമ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് തിന്നാൽ മതിയല്ലോ. അതാണ് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ മാങ്ങയും കൂടിയൊക്കെ നിറച്ച് കഴിഞ്ഞാൽ നമ്മളത് ഫില്ലാക്കലൊക്കെ റെഡിയാവും. അപ്പോൾ എല്ലതും നിറച്ച് സെറ്റായി കിട്ടിയിട്ടുണ്ട്. കാണാൻ നല്ല രസമുണ്ട് ഇങ്ങനെ പല കളറായിട്ട് കാണുമ്പോഴേ. ഒന്നാമത്തെ നമ്മൾ പുറത്ത് വെച്ചിട്ട് ഉണ്ടാക്കണം, നല്ല വെയിലാണ്, നല്ല ചൂടാണ്. അതാണ് ക്യാമറയ്ക്കൊരു ക്ലിയർ കിട്ടാത്ത നമുക്ക്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ മേൽഭാഗം ഒന്ന് മൂടി കൊടുക്കണം. എന്നുള്ള നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റിക്ക് ഇതിന്മേൽ കുത്താൻ പറ്റുക. ഇതേപോലെ എല്ലാം എന്ത് ചെയ്യണം, നമുക്ക് സെറ്റാക്കണം. അതേപോലെ എല്ലാം സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, കത്തിയിട്ട് ചെറിയൊരു ഹോൾസ് ഇട്ട് കൊടുക്കുക.
എന്നാലും നമുക്ക് എന്ത് ചെയ്യുക സ്റ്റിക്ക് കറക്റ്റായിട്ട് ഇറക്കാൻ പറ്റുള്ളൂ. അതേപോലെ എല്ലാ പീസും നമുക്ക് എന്ത് ചെയ്യണം, ഹോളിട്ട് കൊടുക്കണം. അപ്പോൾ എല്ലാം ഹോളിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യുക, അതേപോലെ സ്റ്റിക്ക് എല്ലാത്തിനും ഇങ്ങനെ ഇറക്കി കൊടുക്കാം. അപ്പോൾ ഇനി ഒരു പീസിനും കൂടിയൊക്കെ ചെയ്യാനുള്ളതുള്ളൂ സ്റ്റിക്കർ ഇറക്കാൻ. അപ്പോൾ സ്റ്റിക്കർ ഇറക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇത് ഫ്രീസറിൽ കൊണ്ടുവെക്കണം. ഒരു 3-4 മണിക്കൂറെങ്കിലും വെക്കണം. എന്നാലും നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഫുള്ള് സെറ്റായി കിട്ടുക. അപ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഫ്രീസറിൽ വെക്കാം. നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. എല്ലാ പീസും മുകളിലും താഴേക്കായിട്ട് എല്ലാം ഉണ്ട് ഫില്ലാക്കി കിട്ടിയിട്ടുണ്ട്. 50 നമ്മൾ നിറച്ച് സെറ്റാക്കിയിട്ടുണ്ട്. നമുക്കൊരു 3-4 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കാം. അപ്പോൾ നമ്മളത് 3-4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടേസ്റ്റ് നോക്കാൻ പോവാണ്. നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആദ്യം ചെക്ക് ചെയ്യാൻ പോകുന്നത് ചിക്കുവാണ്. അപ്പോൾ ചിക്കുവാണ് നമുക്ക് പറ്റിയൊരു ഫ്ലേവറായിട്ട് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം എന്ത് ചെയ്യുക, ചിക്കു നമ്മൾ ടേസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല തണുപ്പാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ചൂട് കാലത്തൊക്കെ നമുക്ക് പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.